എല്ലാം ഒന്നും തുടർച്ചയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളതുപോലെ കാണുമായിരുന്നു. പൊതുവെ പരിപാടി ചില സമയത്തൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ തോന്നും, ഒരു ചെറിയ ബോറിങ്. ഞാൻ അത്ര അങ്ങോട്ട് ഇതിനകത്ത് ഇൻവോൾവ് അല്ല. പിന്നെ എൻ്റെ വൈഫുണ്ട്. വൈഫ് കുറേ കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ചില ചില സമയത്ത് വീട്ടിലാണെങ്കിൽ ടി വിയിലിരുന്ന് കാണും. പിന്നെ ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മണക്കാട് ഓറഞ്ച് ഒപ്റ്റിക്കൽസ് എന്ന് പറയും. അപ്പം ചില ദിവസങ്ങളിൽ മിസ്സാവുമ്പോൾ സൗകര്യം പോലെ കടയിലിരുന്ന് ചില ഇതൊക്കെ എടുത്ത് മൊബൈലിലൊക്കെ എടുത്ത് നോക്കും. പക്ഷെ ആ വൈഫ് തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തരും. എനിക്ക് കാണാൻ പറ്റാത്തതേ വൈഫ് ഷെയർ ചെയ്ത് തരുമ്പോൾ അതിനകത്തിരുന്ന് അല്ല, മോഹൻലാലിനോട് താല്പര്യമാണ്. പിന്നെ പരിപാടി ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇതല്ലേ, നമുക്കെല്ലാം കണ്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ളതല്ലേ. ഞാൻ കംപ്ലീറ്റ് ഇതിനകത്ത് അങ്ങോട്ട് ഒരു ഇൻവോൾവ് ആയിട്ടിരുന്ന് കാണത്തില്ല, സമയമുള്ളത് പോലെ പറയുക. ഇപ്പോൾ ലാസ്റ്റ് അഖിൽ മാരാര്. അതിന് മുമ്പ് മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്താ, ദിൽഷ. പിന്നെ അതിന് മുമ്പ് മറ്റേ മണിക്കുട്ടൻ. പിന്നെ മറ്റേ അദ്ദേഹം സാബു. അത് തന്നെ, അത് കുറേയൊക്കെ മൊത്തത്തിൽ ജെനുവിൻ ഒന്നുമല്ല. കുറേയൊക്കെ അവർ ഇതിന് വേണ്ടിയിട്ട്, ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും ഒക്കെ അല്ലേ, അല്ലാതെ സ്ക്രിപ്റ്റഡായിട്ട് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ അവരുടെ ആ സമയത്തുള്ള ഇതൊക്കെ വിട്ടിട്ട് റെഗുലർ ഇതായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഏതാണ്ട് ഒരു 60% ഈ പറഞ്ഞ പോലെ എഡിറ്റഡ് ഇതൊക്കെയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടുണ്ട്? ഇടയ്ക്കിടയ്ക്ക് മാത്രം. ഈ വരുന്നത് അങ്ങനെ സ്ഥിരമായിട്ടിരുന്ന് കാണുന്ന ഒരു പ്രേക്ഷകരല്ല. പക്ഷെ ഇടയ്ക്ക് മൊബൈലിൽ കാണും, ചില എപ്പിസോഡ്സ് ഒക്കെ കാണും. വൈറലാവുന്ന ക്ലിപ്സ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ലാലേട്ടൻ. ഇല്ല, മണിക്കുട്ടൻ, പിന്നെ ദിൽഷ പ്രസിഡന്റ്, പിന്നെ ആരായിരുന്നു അതിനു മുന്നേ? സാബു ആയിരുന്നല്ലോ ഫസ്റ്റ് സാബു. അത് പക്ഷേ അത് ചെയ്തില്ലേ, ആര്യൊക്കെ ഉള്ളത്. ഒരു സുനി റഹീം, ശബ്നം. കണ്ട് ഇഷ്ടമാണ്. ഞാൻ രാത്രി 10 മണി ഇത് കാണും, ഇഷ്ടമാണ്. അത് മോഹൻലാലിൻ്റെ അതിൻ്റെ പേരല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടിയാണ്. വോട്ട് ചെയ്ത്. പിന്നെ പെണ്ണിൻ്റെ പേരെന്ത് പെണ്ണുണ്ടല്ലോ, ശോഭയ്ക്ക് ജയിച്ചില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ്, വോട്ടല്ലേ. അപ്പം നമ്മൾ 40 രൂപ ലോട്ടറി എടുത്ത് നമ്മൾ അടിക്കുമ്പോഴല്ലേ എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. അതിപ്പോൾ പറയാനൊക്കത്തില്ല, ദൈവത്തെ ഇരിക്കുന്ന കാര്യമാണ്. ആ വീട്ടിൽ കാണാനുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ വൈഫും ഞാനും ഉമ്മായും ഉണ്ട്, ഞങ്ങൾക്ക് 3 ഇഷ്ടമാണ്. ഈ മൊത്തത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കണ്ടസ്റ്റൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണോ, ഏതാണ് കാണാൻ? ഞാൻ കാണുന്ന ഗെയിം, പിന്നെ അതിൽ ഓരോ പേഴ്സണെ ഇഷ്ടപ്പെടും. ചിലപ്പം ദേഷ്യം തോന്നും, ചിലപ്പം സീസണും. ഇപ്പൊ ലാസ്റ്റ് സീസൺ കണ്ടു, അഖിൽമാരറിയുന്ന. ശോഭ എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല, കയറിയത് ഫേക്കായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് അഖിലെയാണ് ഇഷ്ടം. നന്നായിട്ട് പറയുന്നുണ്ട്, എല്ലാ കാര്യം ജെന്യൂനായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ദേഷ്യം മാത്രം ഇഷ്ടം. എനിക്ക് ദിൽഷ ഉണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അതിൽ ഡോക്ടർ ഡോവിൻ, അത് ആയപ്പോഴും ആ ഒരു പ്രശ്നം അതിൽ അയാളാ ജയിച്ചെന്ന് വിചാരിച്ചേ. അതിൽ പിന്നെ കാണാനായിട്ട് താല്പര്യമില്ല. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് ഫുൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതെനിക്കിഷ്ടമായിരുന്നു. കാരണം ഞാൻ ഫോൺ വഴിയാണ് കാണുന്നത്, അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും. എനിക്ക് വർക്കിംഗ് ഡേയ്സ് ആണ്, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കാണുന്നത്.